മോനോട് വാപ്പ അങ്ങനെ നേർക്ക് നേരെ ഈ വിഷയം സംസാരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ പള്ളിയിൽ ഉസ്താദിനോട് പോയി പറഞ്ഞു. അപ്പോൾ ഉസ്താദ് വിളിച്ചിട്ട് എന്ത് ചെയ്യുക, ആ വിഷയത്തിൽ ഒന്ന് ഉപദേശിച്ചു കൊടുക്കാമല്ലോ, കുടുംബജീവിതം, കുടുംബത്തിനോട് ചെയ്യേണ്ട ബാധ്യതയും പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ രീതി. നമ്മളിപ്പോൾ നമ്മുടെ മെഹ്റാബിൽ നിന്ന് തീർക്കാൻ പറ്റുന്ന പല വിഷയങ്ങളും നമ്മൾ എന്ത് ചെയ്യും, അവിടെ തീർക്കാതെ എന്ത് ചെയ്യും, വേഗം കേസ് കൊടുക്കും. അപ്പോൾ അതാണ് നടക്കുന്നത്. അനങ്ങിയ കേസാണ്. എന്താ ചെയ്യുക, കേസ് കൂടി കിടന്നിട്ട് ജഡ്ജിമാർക്കൊന്നും ഒരു കട്ടിലടിയിൽ മൊത്തം കേസായിരിക്കും. അത്രയും കേസുകൾ ഓരോരോ കോടതി കിടക്കുന്നത്. നിസ്സാര വിഷയങ്ങൾ വെറുതെ പോയി കേസ് കൊടുക്കുക. അത് നമ്മുടെ മെഹ്റാബിൽ നമ്മുടെ മഹല്ല് ഖതീബോ ഖാദിയോ ഇടപെട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളുണ്ടാകും. അതും കേസ് തന്നെ. എങ്ങനെ കുടുംബ കോടതിയും കയറിയിട്ട് കാലം കഴിക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. അള്ളാഹു ബോധം നൽകട്ടെ. അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. തങ്ങളോട് ചെന്ന് പറഞ്ഞു മഹാനായ അംർ ഇബ്നുൽ അസ് റളിയല്ലാഹു അൻഹു, തങ്ങളെ അങ്ങ് ഇടപെടണം, സ്വല്ലല്ലാഹു നോമ്പെടുത്ത കൂലി കിട്ടും. ഇത് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു അംർ എന്നവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നലി ഖുവ, എനിക്ക് ആരോഗ്യമുണ്ടല്ലോ നബിയെ, എനിക്ക് ഡെയിലി നോമ്പെടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ ആരോഗ്യമുള്ള ആളാണ്, എനിക്കത് ചെയ്തുകൂടെ? തങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അംർ എന്നവർക്ക് ആവേശം കൊണ്ട്, നബിയെ എനിക്ക് ആരോഗ്യമുണ്ടല്ലോ നബിയെ, ഞാൻ എന്നൊടുക്കാം, ഒന്നിടവിട്ടൊന്നും ആവണ്ട, ഡെയിലി നോമ്പെടുക്കാം. ഞങ്ങൾ പറഞ്ഞു വേണ്ട. ഫസും സൗമ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ നോമ്പ് നിങ്ങൾക്ക് എടുക്കാം. ദാവൂദ് നബി നിത്യവും നോമ്പെടുത്ത നബിയാണ്. പക്ഷേ എന്നും നോമ്പല്ല. സും യൗമൻ വഅഫ്തിർ യൗമാ, ഒരു ദിവസം നോമ്പെടുക്കുക, പിറ്റേന്ന് നോമ്പെടുക്കരുത്, പിന്നെ നോമ്പെടുക്കുക, പിറ്റേന്ന് നോമ്പില്ല. അങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് നോമ്പെടുക്കാം. അത്രയേ പാടുള്ളൂ. അല്ലാതെ എന്നും നോമ്പെടുത്ത് നിങ്ങൾ ഇങ്ങനെ ക്ഷീണിക്കരുത്. നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, കണ്ണുകളോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ എന്നവരെ വയസ്സായപ്പോ യൗവനത്തിൽ ആവേശത്തിൽ തങ്ങൾ പറഞ്ഞതാ, അത്ര വേണ്ടട്ടോ, മാസത്തിൽ 3 നോമ്പൊക്കെ മതി. പറ്റൂല നബി, എനിക്ക് പറ്റും. പിന്നെ അവസാന കാലമായപ്പോ കൊണ്ടു നടക്കാൻ പറ്റിയില്ല, പ്രയാസായി. മഹാൻ പറഞ്ഞു, യാ ലൈതനി അഖദ്തു ബിർറുഖ്സ, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് തന്ന ഇളവ് പ്രകാരം ഞാൻ ആ ഇളവ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നെനിക്ക് പിന്നീട് തോന്നിപ്പോയിട്ടുണ്ട്. മഹാൻ പറയാൻ, എനിക്ക് പിന്നെ തോന്നിപ്പോയി, നബി തങ്ങൾ എന്നോട് മാസത്തിലെ 3 ദിവസത്തെ സുന്നത്ത് നോമ്പ് മതി അബ്ദുല്ലാ, അത് മതി നബിയെ, ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇന്നും അത് കൊണ്ടു നടക്കാമായിരുന്നു. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞു, ഞാൻ എന്ന് നോമ്പെടുക്കും നബി, എനിക്ക് കഴിയും. തങ്ങൾ പറഞ്ഞു, എന്നാലും വേണ്ട, ദാവൂദ് നബിയെ പിൻപറ്റിക്കോ. ദാവൂദ് അലൈഹിസ്സലാം നിങ്ങൾക്ക് പിൻപറ്റാൻ കഴിയുന്ന ആളാണ് നോമ്പിന്റെ വിഷയത്തിൽ. മഹാനവറുകൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പെടുത്തിരുന്നു ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബിന്റെ ഖബർ മസ്ജിദുൽ അഖ്സന്റെ മുമ്പിലാണ്. മസ്ജിദുൽ അഖ്സ പള്ളിയിൽ നിന്ന് ജുമസ്കരിച്ചാൽ സിയാറത്തിനൊക്കെ അവസരമുണ്ട്. ജൂതന്മാർ അവിടെ ഇങ്ങനെ ഓരോ കിതാബ് എടുത്തിട്ട് ഇങ്ങനെ ആടി ഓതുന്നത് കാണാം. ജൂതന്മാർ ശരിക്കും തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുക. അവരുടെ ഒരു തൊപ്പിയുണ്ട്, ആ തൊപ്പിയിട്ടിട്ട് ശരിക്കും ഇങ്ങനെ നമ്മൾ മുത്തഅല്ലിമീങ്ങളൊക്കെ ദർസിലിരുന്ന് ആടി ചൊല്ലുന്ന പോലെ അവരിങ്ങനെ ആടിയിട്ട് ഇങ്ങനെ ഓതുന്നത് കാണാം. ദാവൂദ് നബിന്റെ ഖബറും പുറത്തൊക്കെ തൗറാത്ത് വെച്ചിട്ട് ഓതുന്നത് കാണാം. സിയാറത്ത് അവർ ചെയ്യാൻ ജൂതന്മാർ, അവരുടെ കസ്റ്റഡിയിലാണ് ദാവൂദ് നബിന്റെ മഖാമുകൾ. കിങ് ഡേവിഡ് എന്ന് അവർ എഴുതി വെക്കുക. ദാവൂദ് അലൈഹിസ്സലാമാണ്. നമുക്കവിടെ സിയാറത്ത് ചെയ്യാൻ പറ്റും. നമ്മളെ യാസീനൊക്കെ ഓതി പോരും. അവിടെ ജൂതന്മാർ ഓരോ യാസീൻ ഓതുണ്ടാവും. നമ്മുടെ യാസീൻ ഓതിയിട്ട് പോരും. അവിടെ അവർ ഒരു വഴിക്ക് അവിടെ അവർക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷെ ജൂതന്മാരുടെ അടുത്ത് അവിടെ ദാവൂദ് നബിയുടെ അടുത്ത് ചെല്ലുമ്പോഴേ പുരുഷന്മാരും സ്ത്രീകളും രണ്ട് വഴിക്ക് പോകണം. പുരുഷന്മാർ തലമറച്ചേ പോകാവുന്ന, തലയിൽ തൊപ്പിയില്ലെങ്കിൽ അവിടുന്ന് ഒരു തൊപ്പി തലയിൽ വെച്ചിട്ടേ ആ മഖാമിലേക്ക് കിടക്കാൻ പാടുള്ളൂ. ജൂതന്മാർ വെച്ച് അവർക്ക് തന്നെ അത്രയും പുണ്യം കൊടുക്കുന്ന നബിയാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. തലമറക്കാതെ ഉള്ളിൽ പുരുഷന്മാർ ചെല്ലാൻ പാടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തൊപ്പി ഒരു വെച്ച്, അപ്പോൾ നമ്മൾ തന്നെ തൊപ്പി കയ്യിൽ കരുതിയിട്ടാണ് പോവുക. ദാവൂദ് നബി അലൈഹിസ്സലാം മസ്ജിദുൽ അഖ്സയുടെ മുമ്പിലല്ല, കുറച്ചൊരു 200 മീറ്റർ നടക്കാനുണ്ട് മഹാനോട് മഖാമിലേക്ക്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് അങ്ങനെയാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിലായിരുന്നു മഹാനവറുകൾ നോമ്പെടുത്തത്, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് ദാവൂദ് നബി ആ വഴിയിൽ പിൻപറ്റണമെന്ന് നബി തങ്ങൾ. നോമ്പിന്റെ വിഷയം, നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. ചിലക്ക് നോമ്പ് ഇഷ്ടമാണ്, പക്ഷേ നിസ്കാരം അതിലേറെ ഇഷ്ടമാണ്, ഖുർആനും ഇഷ്ടമാണ്. അപ്പൊ നോമ്പ് എപ്പോഴും നോമ്പെടുത്താൽ കുറെ നിസ്കരിക്കാനും ഖിറാഅത്ത് ഖുർആൻ നടത്താനും കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് നോമ്പ് ചുരുക്കുന്നവരും കാണും. അങ്ങനെയൊക്കെ സ്വഹാബികളിൽ താബിഈകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഹബീബായ തങ്ങൾ ഒരു കാര്യം കൂടെ ദാവൂദ് നബിയെ പിൻപറ്റാൻ പറഞ്ഞിട്ടുണ്ട്. മാ അകല അഹദുൻ തുആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും നല്ലത് അവനവൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ്. ഭക്ഷണം എന്നല്ല, നിങ്ങളുടെ അധ്വാനം, സ്വന്തമായി ജോലി ചെയ്തുണ്ടാക്കുന്ന ആ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങൾ കഴിക്കുന്നതാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം. മാ അകല അഹദുൻ തുആമൻ ഖൈറൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. ആരെങ്കിലും നാട്ടുകാർ കൊണ്ടേ കൊടുക്കട്ടെ,
ആരെങ്കിലും കൊണ്ടുതരട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കാതെ ഓരോരുത്തരും ജോലി ചെയ്യണമേ, ജോലി ചെയ്യണം, അധ്വാനിക്കണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലേക്ക് വന്നപ്പോഴേ ഒരുപാട് ചെറുപ്പക്കാർ അവിടെ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നുണ്ട്. നല്ല ചെറുപ്പക്കാർ, അവരെ തലയൊക്കെ ഇങ്ങനെ ചെരിച്ചു പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ഉമർ തങ്ങൾ ചോദിച്ചു, എന്താ പരിപാടി? പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ദിക്ർ ചൊല്ലിയാണ് ഉമർ എന്നവരെ, ഞങ്ങൾ ദിക്ർ ചൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്ന ദാക്കിരീങ്ങളാണ്. ഉമർ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടുന്ന ഭക്ഷണം എന്ന് ചോദിച്ചു. ഭക്ഷണം നാട്ടുകാർ കൊടുക്കണം എന്നാണ് പോലെ വിചാരം. മദീനത്താണ് സംഭവം. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ജോലിയൊന്നുമില്ല, ഒക്കെ ചെറുപ്പക്കാരാ, ദിക്റെല്ലാം വേണ്ടി വന്നിരിക്കാൻ, ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഞപ്പ വരട്ടോ എന്ന് പറഞ്ഞു. അപ്പർക്ക് മനസ്സിലായി ഇത് വടിയെടുക്കാനാ പോണത് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ചാട്ടവാറട്ട വന്നത്. ചാട്ടവാറങ്ങ് വീശിയിട്ട് ഉമർ എന്നവരെ പറഞ്ഞു, അദനൻതും അന്നസ്സമാഅ തുംതിറു അമാ അലിംതും അന്നസ്സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ. നിങ്ങൾ എന്ത് പരിപാടിയാണ് ഈ കാണിക്കുന്നത്? അധ്വാനിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാര് ദിക്റും സ്വലാത്തും എന്ന് പറഞ്ഞ് പള്ളിയിൽ കൂടിയിരിക്കുക. നിങ്ങൾ അധ്വാനിക്കേണ്ട ദിക്റും സ്വലാത്തും ഒക്കെ വേണം. പക്ഷെ നിങ്ങൾ ജോലി ചെയ്യാതെ സമൂഹം നിങ്ങളെ നോക്കണമെന്നോ, നാട്ടുകാരെ നിങ്ങൾക്ക് ഭക്ഷണം തരണമെന്നോ? നിങ്ങൾക്കറിയില്ലേ, ആകാശത്തുനിന്ന് സ്വർണവും വെള്ളിയും, അന്നത്തെ കറൻസി ദീനാറും ദിർഹമുമാണ്, സ്വർണവും വെള്ളിയുമാണ്. പൈസ ആകാശത്തുനിന്ന് ഇറങ്ങി വരില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? എണീറ്റ് പോയിക്കോളണം ഇവിടെ നിന്ന് പറഞ്ഞ ഉമർ എന്നവർ അവരെ ചാട്ടവാറെടുത്ത് അടിച്ചോടിച്ചിട്ടുണ്ട്. പണിയെടുക്കാതെ മടിയന്മാരായി നടന്ന ചെറുപ്പക്കാരെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോയി അധ്വാനിക്കണം, അധ്വാനിക്കണം എന്ന് പഠിപ്പിച്ച ദീനാണ് നമ്മുടെ ദീൻ. അധ്വാനിക്കണം. ഇന്ന് ചെറുപ്പക്കാര് പണിയെടുക്കാണ്ട് വെറും മൊബൈൽ കളിച്ച് നടക്കുന്ന പരിപാടിയാണ്. അവർ പിന്നെ നാട്ടുകാർക്ക് തലവേദന ഉണ്ടാക്കും. ഓൽക്ക് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നാട്ടുകാർക്ക് പണി ഉണ്ടാക്കി കൊടുക്കും. അപ്പോഴാണ് ഈ ഒളിച്ചോടലും ചാടിച്ചുകൊണ്ടലും ഒക്കെ ഉണ്ടാവുക. അതുകൊണ്ട് പോയി പണി എന്തെല്ലാം ജോലി ചെയ്യണം, അധ്വാനിക്കണം, പണിയെടുത്ത് അധ്വാനിക്കണം, അധ്വാനിച്ച് ജീവിക്കണം. എന്ത് ചെയ്യരുത്? വെറുതെ ഇരിക്കരുത്. വാപ്പമാർക്ക് സമ്പത്തുണ്ടായിരിക്കാം, പക്ഷെ ജോലി എടുക്കണം, അധ്വാനിക്കണം. ഇതൊക്കെ ഭയങ്കര സംഭവമല്ലേ? അധ്വാനിക്കണം. തങ്ങൾ പറയാണ്, നിങ്ങൾ ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ്. മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം ഖാന യഅകുലു മിൻ അമലി യദിഹി. ദാവൂദ് നബി അലൈഹിസ്സലാം സ്വന്തം കൈകൊണ്ട് അമൽ ചെയ്തിട്ടാണ്, ജോലി ചെയ്തിട്ടാണ് ജീവിച്ചത്. ദാവൂദ് അലൈഹിസ്സലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആട്ടിടയനായി നബി തങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. നമ്മുടെ നബി ഒരുപാട് ആളുകളുടെ ആട് മേച്ചു കൊടുത്തിട്ട് നബി തങ്ങൾ അതിന് വേതനം വാങ്ങിയിട്ടുണ്ട്. തങ്ങൾ കച്ചവടക്കാരനായി നബി തങ്ങൾ ജോലിയെടുത്തിട്ടുണ്ട്. എന്നാൽ അവസാന കാലമായപ്പോൾ നബി തങ്ങൾക്ക് അല്ലാഹു ദഅവത്തിന്റെ ഭാരം ഏൽപ്പിച്ചപ്പോൾ ഗനീമത്തിൽ നിന്ന് ഖുംസ് അല്ലാഹുവിന്റെ ഹബീബിന് അനുവദിക്കുകയും അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്തിൽ വ്യാപൃതരാകാൻ വേണ്ടി റിസ്ഖിന്റെ വഴികൾ അല്ലാഹു നബി തങ്ങൾക്ക് ഏർപ്പാട് ചെയ്തു കൊടുക്കുകയാണ് ഉണ്ടായത്. പക്ഷേ തങ്ങൾ പറയും, നിങ്ങൾ ദാവൂദ് നബിയെ പിൻപറ്റണമേ. കാന ദാവൂദു യഅകുലു മിൻ അമലി യദിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകന്മാർ ഓരോരുത്തരെയും പിൻപറ്റാൻ പറയുകയാണ്. ഖാല അസ്ഹാബു റസൂലില്ലാഹ്, നബി തങ്ങളോട് സ്വഹാബിമാർ ചോദിച്ചു, മാ ഹാദിഹിൽ അളാഹി യാ റസൂലല്ലാഹ്. നബിയെ, പെരുന്നാളിന് ഉളുഹിയ്യത്ത് അറുക്കുന്നുണ്ടല്ലോ, എന്താണ് ഈ ഉളുഹിയ്യത്തിന്റെ അവസ്ഥ? പെരുന്നാളിന് ഉളുഹിയ്യത്ത് അറുക്കുന്നുണ്ടല്ലോ. നബിയേ, മാ ഹാദിഹിൽ അളാഹി, ഈ അറവ് മൃഗങ്ങളുടെ അവസ്ഥ എന്താണ്? എന്തിനാ നബിയെ ഈ അറവ്? എന്തിനാണ് ഈ അറവ്? ഖാല സുന്നത്തു അബീകും ഇബ്രാഹിം അലൈഹിസ്സലാം. ഇത് നിങ്ങളുടെ ഉപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തു വെച്ച നന്മയാണ്. ആ നന്മയാണ് നമ്മൾ പിൻപറ്റുന്നത്. ഖാലു, അവർ ചോദിച്ചു, ഫമാ ലനാ ഫീഹാ യാ റസൂലല്ലാഹ്. ഒരു അറവ് മൃഗം ഉളുഹിയ്യത്ത് ചെയ്താൽ ഞങ്ങൾക്ക് അതിന് എന്താണ് കിട്ടാനുള്ളത്? ഖാല ബികുല്ലി ശഅറത്തിൻ ഹസന. ആ ജീവിയുടെ, ആ മൃഗത്തിന്റെ ഓരോ രോമത്തിനും എണ്ണമനുസരിച്ച് അല്ലാഹു നിങ്ങൾക്ക് നന്മകൾ രേഖപ്പെടുത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ആ ഒരു മാതൃക നിങ്ങൾ പിൻപറ്റണം. ഉളുഹിയ്യത്ത് അറുക്കുകയും ആ മാംസം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു കൊടുക്കുകയും വേണം. ഇബ്രാഹിം നബിയുടെ മാതൃക, ഇപ്പുറത്ത് ദാവൂദ് നബിയുടേത്, ഇനി ഇസ്മായിൽ നബിയുടേത്. ഇസ്മായിൽ നബി ചെയ്തൊരു കാര്യം നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ആർച്ചറിയാണ്. എന്താണ് ആർച്ചറി എന്ന് പറയുന്നത്? അമ്പെയ്ത്ത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദ് എന്നവരും ഇമാം ബുഖാരി തങ്ങൾ സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ഖാല റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇർമൂ ബനി ഇസ്മാഈൽ. ഇസ്മായിൽ നബിയുടെ മക്കളെ. മക്കക്കാർ അങ്ങനെയാണ്. മക്കക്കാരുടെ പിതാവാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്മുടെ നബിയുടെ വല്ലിപ്പയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അവരുടെ ഉപ്പയാണ്
നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇർമൂ ബനി ഇസ്മാഈൽ, ഇസ്മായിൽ നബിയുടെ മക്കളെ നിങ്ങൾ അമ്പെയ്ത്ത് പഠിക്കണം. ഫഇന്ന അബാകും കാന റാമിയ, നിങ്ങളുടെ ഉപ്പയായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം നന്നായി അമ്പെയ്ത്ത് അറിയുന്ന ആളായിരുന്നു, നന്നായിട്ട് ആർച്ചറി അറിയുന്ന ആളായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പൊന്നുമോൻ ഇസ്മായിൽ അലൈഹിസ്സലാം. അതുകൊണ്ട് നിങ്ങളും അത് പഠിക്കണേ. ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അംബിയാഇന്റെ ചില രീതികൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബിയിന, നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അർബഉം മിൻ സുനനിൽ മുർസലീൻ, ഈ ലോകത്ത് നന്മ പഠിപ്പിക്കാൻ വന്ന പ്രവാചകന്മാരുടെ 4 ഗുണങ്ങളുണ്ട്. എല്ലാ പ്രവാചകന്മാരും അനുവർത്തിച്ചു പോന്ന 4 ഗുണങ്ങളുണ്ട്. ആ 4 ഗുണങ്ങളും നിങ്ങൾക്കുണ്ടാവണേ. എന്താണത്? അൽ ഹയാ, ഒന്ന് നാണമാണ്, നാണമുണ്ടാവണം. രണ്ടാമത്തേത് അത്തർ ഉപയോഗിക്കലാണ്, സുഗന്ധം ഉപയോഗിക്കലാണ്. വന്നിക്കാഹു, വിവാഹം ചെയ്യാൻ കഴിയുന്നവർ വിവാഹം ചെയ്യണം. വസ്സിവാക്ക്, വായ വൃത്തിയാകുന്ന വിധം മിസ്വാക്ക് ചെയ്യണം. ഇത് എല്ലാ പ്രവാചകന്മാരുടെയും സുന്നത്താണ്. അർബഉം മിൻ സുനനിൽ മുർസലീൻ, 4 കർമ്മങ്ങൾ പ്രവാചകന്മാരുടെ മുർസലീങ്ങളുടെ ചര്യയാണ്. ഒന്ന് അൽ ഹയാ, ലജ്ജ വേണം, നാണം വേണം. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. പുരുഷന്മാരോടൊക്കെ അല്ലാത്തവരോടും റോഡിലൊക്കെ കച്ചവടക്കാരോടൊക്കെ ഉറക്ക വർത്തമാനം പറഞ്ഞു ഉറക്ക ചിരിച്ചൊക്കെ നടക്കുന്ന പെണ്ണുങ്ങളെ കാണാം. യാ അല്ലാഹ്, പർദ്ദയൊക്കെ ധരിച്ചിട്ടുണ്ട്, എന്താ കാര്യം? ഒരു കാര്യമില്ല. ഹയാ ഇല്ലാതെ. ലജ്ജയല്ലേ ഏറ്റവും വലിയ ആഭരണം. ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ആഭരണം എന്താ? 24 കാരറ്റ് സ്വർണ്ണല്ല. എന്താ ആഭരണം? ഹയാ ആണ്, ലജ്ജയാണ്. ഒരു നാണവും ലജ്ജയും വേണം. പുരുഷന്മാർക്ക് ലജ്ജ വേണം. അതിനർത്ഥം എന്താണെന്നറിയോ? ആണിനും പെണ്ണിനും അതിന്റെ ശറഇന്റെ ഒരു ഭാഷ്യമുണ്ട്. തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരണം, അങ്ങനെ ഒരു നാണം വരണം എന്നാണ്. അതാണ് ഒരു നാണം. അള്ളാഹുവിനെ ഓർമ്മ വരണം. പടച്ചതമ്പുരാനെ ഓർമ്മ വന്നിട്ട് നാണി, അള്ളാഹു കാണുന്നില്ലേ? ഞങ്ങൾ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ നാട്ടിലെ 2 പ്രമാണിമാരായ ആളുകളെ നിങ്ങൾ മനസ്സുകൊണ്ട് ഓർക്കുക. അവര് മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മുമ്പ് തെറ്റ് ചെയ്യോ? നിങ്ങളുടെ നാട്ടിലെ ഖത്തീബ് ഉസ്താദ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഖാദി, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ വേറെ ഏതെങ്കിലും കാരണവന്മാർ, മുതിർന്നവർ, അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഈ തെറ്റ് ചെയ്യോ? ചെയ്യൂല. എന്നാ പിന്നെ അള്ളാഹിനെ നിങ്ങൾ അതിലേറെ പേടിക്കണ്ടേ? നബി ഞങ്ങൾ പറയാ അൽ ഹയാഉ, നാണം വേണം. വത്തഅത്തുറു, സുഗന്ധം ഉപയോഗിക്കണം. സുഗന്ധം ഉപയോഗിക്കാം. പെണ്ണുങ്ങൾക്ക് അവരുടെ ഇടയിൽ ഉപയോഗിക്കാം. അവർ അന്യപുരുഷന്മാരുമായി ഇടപഴകുന്നിടത്ത് സുഗന്ധം ഉപയോഗിച്ചു പോകരുത്. അതാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. പെണ്ണുങ്ങൾക്കിടയിലാണ്, അവർ വീട്ടിലാണ്, സുഗന്ധം ഉപയോഗിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. തഅത്തുർ. ഇമാമുന ശാഫിഈ തങ്ങൾ പറയാറുണ്ട്, മൻ നദഫ സൗബുഹു ഖല്ല ഹമ്മുഹു വമൻ ത്വാബ റീഹുഹു സാദ അഖലുഹു. മഹാനവരുടെ ഹിക്മത്താണത്. മൻ നദഫ സൗബുഹു ഖല്ല ഹമ്മുഹു, വൃത്തിയുള്ള വസ്ത്രം ധരിച്ചാൽ ടെൻഷൻ കുറയും. വസ്ത്രം അഴുക്കായിട്ടുണ്ട്, വേഗം വൃത്തിയാക്കാം. നമുക്ക് ഒറ്റക്കൊക്കെ വാഷ് ചെയ്യാൻ പറ്റുമല്ലോ. എല്ലാം ഉമ്മാനപ്പം തന്നെ ചെറുപ്പം മുതലേ ഉമ്മയാ കഴുകണത്. ആൾക്ക് 45-50 വയസ്സായിട്ടുണ്ട്, ഇപ്പോഴും ഉമ്മ തന്നെ അലക്കി കൊടുക്കുക. അത് വേണ്ട, കുറച്ചൊക്കെ നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് ചെയ്യാം? നമുക്ക് ഒറ്റക്ക് ചെയ്യണം. അറബി കോളേജിലോ എത്തിങ്ങായിലോ അല്ലെങ്കിൽ വല്ല ഹോസ്റ്റലിലോ ഒക്കെ പോയി നിന്ന് പഠിച്ചവർക്ക് ഇതൊക്കെ വലിയ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ വലിയ പ്രയാസമാണ്. ഒറ്റയ്ക്ക് ഇസ്തിരി ഇടാൻ അറിയാത്ത എത്ര ആൾക്കാരുണ്ട്, ഒന്ന് വാഷ് ചെയ്യാൻ അറിയാത്തവര്. വസ്ത്രം വൃത്തിയായിട്ടുണ്ടെങ്കിൽ കല്ലഹമ്മുഹു, അവരുടെ ടെൻഷൻ കുറയും. ഇപ്പൊ ടെൻഷൻ അടിച്ചെടുക്കാണ് നല്ല വൃത്തിയുള്ള വസ്ത്രം. അറബികളുടെയൊക്കെ വസ്ത്രവിധാനത്തിലെ വലിയൊരു റാഹത്ത് അതാണ്. നല്ല വെളുത്ത വസ്ത്രം, ഒരു പൊടി പോലും ചെളി അതിൽ കാണില്ല, അല്ലേ? വളരെ റാഹത്തുള്ള വസ്ത്രം ധരിക്കുന്ന ഒരു ആചാരം, ഒരു സിസ്റ്റം അറബ് ലോകത്തുണ്ട്, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ. അത് റാഹത്താണ്. ഒരു സ്റ്റെയിൻ പോലും, ഒരു കറ പോലും ആ വസ്ത്രത്തിലില്ല. നല്ല വൃത്തിയുള്ള വസ്ത്രം. സുബ്ഹാനല്ലാഹ്. അത്തർ പുരുഷനെ കുറിച്ച് മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞത്, വമൻ ത്വാബ റീഹുഹു സാദ അഖലുഹു, സുഗന്ധം ഉപയോഗിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ട്. സുഗന്ധം ഉപയോഗിക്കുന്നവരുടെ ബുദ്ധി കൂടുന്നു. ആര് പറഞ്ഞു? ഇമാമുന ശാഫിഈ തങ്ങൾ. നല്ല വസ്ത്രം, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നവന്റെ ടെൻഷൻ കുറയും. അങ്ങനെയും നല്ലതാണ് അത്ര ഉപയോഗിക്കുക, നല്ല സുഗന്ധം. അർബഉം മിൻ സുനനിൽ മുർസലീൻ, 4 കാര്യങ്ങൾ പ്രവാചകന്മാരുടെ ചര്യയാണ്. അൽ ഹയാഉ, ഒന്ന് നാണമാണ്. വത്തഅത്തുറു, രണ്ടാമത്തേത് സുഗന്ധം ഉപയോഗിക്കലാണ്. വന്നിക്കാഹ്,
വിവാഹം ചെയ്യാൻ കഴിയുന്ന ആളുകൾ വിവാഹിതരാകണം. അത് വെറുതെ നീട്ടിക്കൊണ്ടുപോയത് ഞാൻ കോഴ്സ് കഴിയട്ടെ, ഞാൻ ഈ ലൈസൻസ് ഒന്ന് എടുക്കട്ടെ, എൻ്റെ വീട് പണി ഒന്ന് കഴിയട്ടെ, കച്ചവടം ഒന്ന് സെറ്റിലാവട്ടെ എന്ന് പറഞ്ഞ് നിക്കാഹ് കൊടുക്കാനും നിന്റെ കൂടെ കിടക്കാൻ ഒരിടവും ഭക്ഷണം കൊടുക്കാൻ നിന്റെ കൂടെ ഭക്ഷണം കഴിക്കാനും വകയുണ്ടോ? നീ വിവാഹം ചെയ്യണം. അന്നിക്കാഹു വസ്സിവാക്, മിസ്വാക്ക് ചെയ്യണം, വായ വൃത്തിയാക്കണം. മിസ്വാക്ക് ചെയ്യാം. മിസ്വാക്ക് ചെയ്യലും വിവാഹം ചെയ്യലും സുഗന്ധം ഉപയോഗിക്കലും നാണമുണ്ടാവലും പ്രവാചകന്മാരുടെ ചര്യയാണ്. നിങ്ങളത് ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അള്ളാഹു നമ്മളോട് മറ്റൊരു കാര്യം കൂടെ പറയുന്നു. ഖാല റസൂലുള്ളാഹ്, നബി തങ്ങൾ ഒരു ആയത്തിനെടുത്ത് പഠിപ്പിക്കുകയാണ്. ഖാല റസൂലുള്ളാഹ്, അത് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു ത്വയ്യിബാണ്, സംശുദ്ധനാണ്, സംശുദ്ധ അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹു ത്വയ്യിബാണ് സ്വീകരിക്കുന്നത്. പ്രവാചകന്മാരോട് കൽപ്പിച്ചതെന്തോ അതുതന്നെയാണ് വിശ്വാസികളോടും അള്ളാഹു കൽപ്പിക്കുന്നത്. എന്തേ പ്രവാചകന്മാരോടുള്ള അള്ളാഹുവിന്റെ കൽപ്പന? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. നിങ്ങളെ ഹലാലും നല്ലതുമേ നിങ്ങൾ ഭക്ഷിക്കാവൂ. വഅമലൂ സ്വാലിഹാ, സൽക്കർമ്മം ചെയ്യണമേ. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഞാൻ അറിയുന്നവനാണ്. അംബിയാഇന്റെ നിർദ്ദേശം, വട്ടിപ്പലിശക്കാരുടെ പേരിൽ പോയിട്ട് എന്ത് ചെയ്യണ്ട? ഭക്ഷണം കഴിക്കണ്ട. അതന്നെ കുലൂ മിനത് ത്വയ്യിബാത്ത്. പലിശ ഏർപ്പാടുള്ള ആളാണ്, പച്ചവെള്ളം കുടിക്കാൻ പറ്റും. ബാങ്കിലാണ് ഏർപ്പാട്, ബാങ്കിൽ നിന്ന് കിട്ടുന്ന ശമ്പളമാണ് ആകെയുള്ള വരുമാനം. ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല. എന്തേ? അള്ളാഹുവിന് ഇഷ്ടമല്ല. വേറെ വരുമാനം ഉണ്ടോ ഇല്ലേ, പിന്നെ മുസ്തബഹായി മാറും. പക്ഷെ ആകെയുള്ള വരുമാനം ഈ ബാങ്ക് ആശ്രയിച്ച് കിട്ടുന്ന ശമ്പളമാണ്. നാടെ ശമ്പളം, അയാളുടെ സമ്പാദ്യം ഹറാമിന്റെ സമ്പാദ്യമാണ്. വലിയ വിഷയമാണ്. നാട്ടിലൊന്നും വലിയ കാര്യമായി കൂട്ടാറുണ്ടാവില്ല ചിലപ്പോൾ. ഇത് വലിയ വിഷയമാണ്. പണയപ്പെടുത്തിയിട്ടാണ്, പണയം വെച്ചിട്ടാണ്. പറയില്ലേ, ഒരു 2 പവന്റെ വളണ് വെച്ചാൽ പോരെ, എത്ര പെട്ടെന്ന് പൈസ കിട്ടും. സംഭവമൊക്കെ ശരിയാണ്. എത്ര പെട്ടെന്ന് അള്ളാഹുവിന്റെ ദേഷ്യവും കിട്ടും. അതിൻ്റെ കൂടെ തന്നെ അള്ളാഹുവിന്റെ അദാബ് ഉണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പലിശയുമായി ബന്ധപ്പെട്ടത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത, ദീൻ അനുവദിക്കാത്ത, ഹലാലല്ലാത്ത ജോലികളിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യങ്ങൾ ഒരു മുസ്ലിമിന് പറ്റൂല. അതൊക്കെ പറയുമ്പോൾ യുക്തിവാദികളും ദീൻ ബോധമില്ലാത്തവരൊക്കെ പലതും വിളിച്ചു പറയും. ഒരു പറഞ്ഞോട്ടെ, നമ്മൾ മുഅ്മിനീങ്ങളോടായി പറഞ്ഞിരുന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് പറ്റൂല തന്നെയാണ്, നമുക്ക് പാടില്ല. യാ അയ്യുഹർ റസൂലു, മുർസലീങ്ങളെ, കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ സംശുദ്ധമായ ഹലാലായ പൊരുത്തമുള്ള സാധനങ്ങളെ നിങ്ങൾ തിന്നാവൂ. വഅമലൂ സ്വാലിഹാ, സൽക്രമം ചെയ്യണമേ. ഇത് തന്നെയാണ് മുഅ്മിനീങ്ങളോടുമുള്ള നിർദ്ദേശം. അതായത് നല്ല ഹലാലായ ഭക്ഷണം കഴിക്കുന്നവർക്കേ സൽക്കർമ്മം ചെയ്യാൻ കഴിയൂ എന്നാണ് അതിന്റെ മറ്റൊരാശയം. അതുകൊണ്ടാണ് ആദ്യം ഹലാല് തിന്നണം പിന്നെ കർമ്മം ചെയ്യണമെന്ന് പറയാൻ കാരണം. ഹലാല് തിന്നുന്ന ആൾക്ക് നിസ്കരിക്കാനും നോമ്പൊടുക്കാനും ഖുർആൻ ഓതാനും സജ്ജനങ്ങളായി സ്വാലിഹീങ്ങളായി ജനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാനും നന്മ ചെയ്യാനും ദാനം ചെയ്യാനും ഒക്കെ തൗഫീഖ് വേണമെങ്കിൽ അയാൾ ഹലാലായത് തിന്നണം. അപ്പോഴേ അല്ലാഹു അമൽ സ്വാലിഹായിട്ട് സ്വീകരിക്കുള്ളൂ. യാ അല്ലാഹ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, പിന്നെ തങ്ങൾ ഒരാളുടെ, ഒരു യാത്രക്കാരന്റെ കഥ പറഞ്ഞു. ദീർഘമായ യാത്ര പോകുന്ന ചില ആളുകൾ, മുടിയെല്ലാം ജടപിടിച്ച് പൊടിപുരണ്ട്, ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് ആകെ തളർന്ന ഒരാൾ, യാത്രക്കാരൻ, കുളിക്കാൻ പറ്റിയിട്ടില്ല, തലയാകെ ചെളി പിടിച്ച് പൊടി പിടിച്ച്, യാത്രക്കാരന്റെ എല്ലാ ക്ഷീണവുമുണ്ട്. ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അള്ളാഹുവിനോട് എളിമയോടുകൂടെ ദ്വാരക്കാനാണ്. അപ്പൊ തദല്ലുൽ, അള്ളാഹുവിന്റെ മുമ്പിൽ വിനയം കാണിക്കാൻ വേണ്ടി വിനയത്തിന്റെ വസ്ത്രം ധരിക്കണം. അങ്ങനെയൊക്കെ ഇജാബത്ത് കിട്ടാൻ എളുപ്പമാണ്, മഹാന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇയാളുടെ അവസ്ഥയിൽ അതൊക്കെ ഉണ്ട്, അതെല്ലാം ഒത്തുചേർന്നിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ എന്താ പറയുന്നത്? യാ റബ്ബി, യാ റബ്ബി, അല്ലാഹുവേ, പടച്ചവനെ, പടച്ചവനെ, എനിക്ക് ഇന്നത് തരണേ, അത് തരണേ, ഇത് തരണേ എന്നൊക്കെ പറഞ്ഞ് അയാൾ ദുആ ഇറക്കുന്നുണ്ട്. വമത്അമുഹു ഹറാം, തിന്നുന്ന ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, കുടിക്കുന്ന വെള്ളം ഹറാമാണ്. വമൽബസുഹു ഹറാം, ഉടുക്കുന്ന വസ്ത്രം ഹറാമിൻ്റെതാണ്. വഉദിയ ബിൽ ഹറാം,
കാലം കുറെ ആയിട്ടുണ്ട് ഹറാമിലാണ് ജീവിക്കുന്നത് തന്നെ. ഈ മനുഷ്യന് എവിടെ നിന്ന് ഉത്തരം കിട്ടാനാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രവാചകന്മാരെ നമ്മൾ പിൻപറ്റണം. പ്രവാചകന്മാരോട് ഹലാല് തിന്നണമെന്ന് നിർദ്ദേശമുണ്ട്. നമ്മളും അത് തന്നെയാണ് പാലിക്കേണ്ടത്. അങ്ങനെ വരുമ്പോ മക്കളൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുമ്പോ ബാങ്കിലെ ജോലികൾ നമുക്ക് പറ്റില്ല. ഇസ്ലാമിക് ബാങ്കിങ് ആണോ? പറ്റും. പക്ഷേ അല്ലാത്തത് നമുക്ക് പറ്റില്ല. ഒരു പലിശയെ സഹായിക്കുന്ന വിഷയങ്ങളാണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ചോയ്സുകളല്ലേ ഈ ലോകത്ത്. നമ്മൾ എന്തിനാ ഒരു ഹറാമിലേക്ക് തന്നെ മാത്രം കൈനീട്ടേണ്ട വല്ല കാര്യമുണ്ടോ? അള്ളാഹുവിനോട് ഹലാലിനെ ചോദിക്കുക. അത്തരം ജോലികളിൽ പെട്ട ആളുകൾ വളരെ പെട്ടെന്ന് ഒഴിവാവാനുള്ള വഴി നോക്കുക. അള്ളാഹുവിനോട് ചോദിക്കുക, പടച്ചവനെ ഹലാല് കൊണ്ടൊരു പരിഹാരം നൽകണമേ എന്ന് ചോദിക്കണം. അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അതിന് ഉത്തരം നൽകും. അള്ളാഹു ഹലാല് കൊണ്ട് നമുക്ക് ഹറാമിലേക്ക് പോകാതെ ഹലാല് കൊണ്ട് അള്ളാഹു നമുക്ക് ഐശ്വര്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തുനബി തങ്ങളോട് ഒരാൾ ചോദിക്കുന്നു മറ്റൊരു വിഷയം. യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നൽ മുഅദ്ദിനീന യഫ്ളുലൂനനാ. നബിയേ, വാങ്ക് വിളിക്കുന്ന ആളുകൾക്ക് ഞങ്ങളെക്കാളും ഒരുപാട് സ്ഥാനമുണ്ടല്ലോ. വാങ്ക് കൊടുക്കുന്നവരെ പോലെ ആവണം. സുബ്ഹാനല്ലാഹ്. വാങ്ക് കൊടുക്കുന്നവരെ സ്വഹാബിമാര് പറയും, നബിയേ, അവർക്കൊക്കെ ഭയങ്കര കൂലില്ലേ നബിയേ, നമുക്ക് ആ കൂലി കിട്ടുന്നില്ലല്ലോ. നമ്മളെന്താ പറയാ, പള്ളിയിലെ മൊല്ലാക്ക, അതൊക്കെ ഒരു പ്രത്യേക ടൈപ്പിലെ വർത്താനം തന്നെ. എത്ര ബഹുമാനിക്കേണ്ട ആളുകളാണ് മുഅദ്ദിൻ. ആ മുല്ലാക്ക എന്നൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്യാ? മുല്ല എന്ന് പറഞ്ഞാൽ മഹാപണ്ഡിതനാണ്. മുല്ല അലിയുൽ ഖാരി എന്നൊക്കെ പറയും. മഹാപണ്ഡിതന്മാർക്കാണ് മുല്ല എന്ന് പറയുന്നത്. ഫാർസിയാണ്, പേർഷ്യൻ ഭാഷയാണ് മുല്ല. നമ്മളത് മുല്ലാക്ക എന്നാണ് പറഞ്ഞാൽ പിന്നെ ഹൗദ് കഴുകുന്ന ആള്, മൂത്രപ്പുര കഴുകുന്ന ആൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു മുല്ലാക്കയെ കൊണ്ടും ഒരു മുഅദ്ദിനെ കൊണ്ടും അള്ളാഹുവിനെ മുൻനിർത്തി പറയാണ്, ഒരു മുക്രിക്കൈ എന്ത് ചെയ്യരുത്, മൂത്രപ്പുര കഴുകാനുള്ള ആളല്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും പണി കൊടുത്തോളൂ. മൂത്രപ്പുര കഴുകാനോ കക്കൂസ് കഴുകാനോ അല്ല ഒരു മുഅദ്ദിൻ ചെയ്യേണ്ടത്. അത് നിങ്ങൾ വേറെ ഒരു ക്ലീനർ നിർത്തിക്കോളി. മുഅദ്ദിൻ വാങ്ക് വിളിക്കുകയും പള്ളിയുടെ മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. പക്ഷേ മൂത്രപ്പുര കഴുകാനുള്ള പണി ആർക്ക് കൊടുക്കരുത്? മുക്രിക്കാർക്ക് കൊടുക്കരുത്. അത് നിങ്ങൾ വല്ല ബംഗാളികളോ നാട്ടുകാരോ ഒക്കെ കിട്ടും, അവർക്ക് എന്ത് ചെയ്യുക, പൈസ കൊടുത്തിട്ട് ചെയ്യിക്കാം. മുഅദ്ദിനുമാരെ താറടിച്ച് കാണിക്കരുത്. അവർ നിസ്സാരന്മാരല്ല. അവർക്ക് എല്ലാ മുഅ്മിനീങ്ങളെക്കാളും സ്ഥാനമുണ്ട്. അതല്ലേ സ്വഹാബിമാര് പറയുന്നത്. സ്വഹാബിമാര് പറയാ നബി തങ്ങളോട്, ഇന്നൽ മുഅദ്ദിനീന യഫ്ളുലൂനനാ. നബിയെ, വാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുമാർക്ക് ഞങ്ങളെക്കാളൊക്കെ സ്ഥാനമുണ്ടല്ലോ നബിയെ. ആ സ്ഥാനം ഞങ്ങൾക്ക് കിട്ടൂലല്ലേ? എല്ലാവർക്കും കൂടി വാങ്ങ് കൊടുക്കാൻ പറ്റുമോ? ഒരാൾക്കല്ലേ പറ്റുള്ളൂ. അപ്പൊ നബിയെ, ആ കൂലി ഞങ്ങൾക്കും വേണ്ടേ? നോക്കണം, സുബ്ഹാന ജല്ല ജലാലു. നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ കൊതിച്ചു പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒന്ന് വാങ്ക് വിളിക്കണമെന്ന്? വല്ലാക്ക ടൈമിന് വാങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര കച്ചറ ഏർപ്പെടും. എന്നാൽ ടൈമിന് വാങ്ക് കൊടുത്താൽ നിസ്കരിക്കാൻ വരുമോ? അതൊന്നുമില്ല. പക്ഷെ വാങ്ക് തെറ്റാൻ പാടില്ല. പണ്ടൊരു വല്ലാക്ക മനഃപൂർവ്വം അങ്ങനെ തെറ്റിച്ചു കൊടുത്തു എന്നാണ് കേട്ടത്. ഒറ്റ കുട്ടി അസർക്ക് നിസ്കരിക്കാൻ വരാഞ്ഞിട്ടേ മുമ്പ് 2 മണിക്ക് തന്നെ വാങ്ക് കൊടുത്തു. അപ്പോഴെല്ലാവരും ഓടി വന്നിട്ട്, പടച്ചോനെ, എന്താ വല്ലാക്ക കണ്ണില്ലേ, ക്ലോക്കില്ലേ, സമയം അറിയണ്ടേ, എന്താ നിങ്ങളീ കാണിച്ചത്? നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി കൊടുത്തു തന്നെ ഞാൻ. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ടൈമിന് ഞാൻ കൊടുക്കുമ്പോൾ വരാൻ വയ്യല്ലേ എന്ന് വല്ലാക്ക ചോദിച്ചു എന്നാ. അള്ളാഹു അല്ല ഉണ്ടായതാണോ അല്ലാത്തതാണോ അവിടായി പറയണോ അറിയില്ല. പക്ഷേ അങ്ങനെ സംഭവമുണ്ട്. നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു? അവരോട് മേക്കിട്ട് കയറാൻ വലിയ എളുപ്പമാണ്. അവരൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് സ്ഥാനമുള്ള ആളുകളാണ്, മറന്നു പോകരുത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വിളിച്ച വാങ്കാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ മഹ്ദൂറ അൽ മക്കി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ നബി തങ്ങളുടെ മുക്രിമാരാണ്, നബി തങ്ങളുടെ മുഅദ്ദിനുമാരാണ്. അതിന്റെ പിന്മുറക്കാരാണ് ഇവർ. നമുക്കും വാങ്ങ് കൊടുക്കാൻ പറ്റും. മുക്രിക്കാനെ തന്നെ ഇടങ്ങാറാക്കണ്ട, ഒരു ദിവസം നമുക്കും കൊടുക്കാം. അത് കൂലിയുള്ള വിഷയമാണ്. തങ്ങളോട് ചോദിച്ചു, നബിയെ, ഇന്നൽ മുഅദ്ദിനീന യഫ്ളുലൂനനാ, വാങ്ക് കൊടുക്കുന്ന ആളുകൾക്ക് ഞങ്ങളെക്കാളും സ്ഥാനമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹ്, തങ്ങൾ അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ. നിങ്ങൾക്കും അവരെ പോലെ കൂലി വേണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഖുൽ കമാ യഖൂലൂൻ, അവർ പറയുന്ന പോലെ നിങ്ങൾ പറയണം. അങ്ങനെ വാങ്കിന് നിങ്ങൾ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തോളൂ, അല്ലാഹു നിങ്ങൾക്കും പ്രതിഫലം തരും. വാങ്ക് കൊടുക്കുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഉത്തരം കൊടുക്കല്ലേ. ഹയ്യ അലൽ സ്വലാ പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി സയ്യിദനാ മുഹമ്മദിനിൽ വസീലത വൽ ഫളീല, ആ ദുആ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ചോദിക്കിൻ തുഅത, നിങ്ങൾക്കും അല്ലാഹു പുണ്യം തരും, സ്ഥാനം തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅദ്ദിനുമാരെ പോലെ നിങ്ങൾ മറുപടി പറയണം. മുഅദ്ദിന്റെ കൂടെ വാങ്ക് കൊടുക്കുമ്പോൾ മറുപടി കൊടുക്കണമെന്നാണ്. പിന്നെ തങ്ങൾ ചോദിച്ചു, അബൂ ലംലമിനെ പോലെ നിങ്ങൾക്ക് ആവാൻ പറ്റൂലേ? ഓരോരുത്തരെ പിൻപറ്റാൻ പറയാൻ.
സജ്ജനങ്ങളുടെ പാതയാണ് നമ്മുടെ ചർച്ചാ വിഷയം. നിങ്ങളിൽ ആർക്കാണ് അബൂ ലംലമിനെ പോലെ ആവാൻ കഴിയാത്തത്? നിങ്ങൾക്ക് വല്ല പ്രയാസവുമുണ്ടോ? അബൂ ലംലമിനെ പോലെ ആവാൻ നിങ്ങൾക്ക് വല്ല പ്രയാസവുമുണ്ടോ? അവർ ചോദിച്ചു, നബിയേ, ആരാണ് നബിയേ അബൂ ലംലം? മാദാ കാന യസ്നഉ അബൂ ലംലം? അബൂ ലംലം എന്ന് പറയുന്ന ആൾ എന്താ നബിയെ ചെയ്തത്? കാന റജുലൻ മിമ്മൻ കാന ഖബ്ലനാ, നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ഒരാളാണ്. ഇദാ അസ്ബഹ, നേരം വെളുത്താൽ അയാൾ പറയും, ഒരു പാറപ്പുറത്ത് കയറി വന്നിട്ട് അയാൾ പറയും, അല്ലാഹുവേ, ദാനം ചെയ്യാൻ കഴിവുള്ള മുഴുവൻ ആളുകളും നിനക്ക് ദാനം ചെയ്തു. പൈസ ഉള്ളവരൊക്കെ പൈസ കൊടുത്തു. കുറേക്കാർ ലോഡ് കല്ലും സിമെന്റും ഒക്കെ ആയിട്ട് ഏറ്റെടുത്തില്ലേ? മാഷാ അല്ലാഹ്, ബക്കറ്റിലേക്ക് കൊടുത്തില്ലേ? ഇല്ലേ? അൽഹംദുലില്ലാഹ്. നിങ്ങൾക്ക് പകരം എന്തെങ്കിലും സംഘാടകർ നാളത്തെ പരിപാടിക്കെങ്കിലും ഒരു കട്ടൻ കാപ്പിയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണേ. നമ്മുടെ അതിഥികൾ വരും. ഉണ്ടോ? അവിടെ എന്തോ കുടിക്കണ്ടല്ലോ. അപ്പൊ ഇവിടെ തരാതെ ഒറ്റയ്ക്ക് അവിടെ കുടിക്കലെന്തോ നടക്കുന്നുണ്ട്. അപ്പൊ നാളത്തെ പരിപാടിക്ക് എന്ത് ചെയ്യുക? ആരെങ്കിലും ഒരാൾ, തൗഫീഖുള്ള ഒരാൾ, ഒരു കട്ടൻ ചായ കട്ടൻ കാപ്പി തണുപ്പത്തിരിക്കുമ്പോഴേ അത് റാഹത്തായിരിക്കും. പൈസക്കല്ല, കച്ചവടത്തിനല്ലേ, വെറുതെ. ഇൻഷാ അല്ലാഹ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇൻഷാ അല്ലാഹ് വലിയ ഖൈറായിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കുറെ നേരം ഇരിക്കുമ്പോഴേ ഞാനും കുടിക്കില്ല, ഞാൻ കൂടെ കുടിച്ചാൽ കണ്ണേറ് കൊള്ളു. അമ്മമാര് ഇരുത്താൻ ഇരിക്കണത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പടച്ചാനെ ഉസ്താദാ കട്ടൻ ചായ കുടിക്കണില്ല, എനിക്ക് കിട്ടിക്കണമെങ്കിൽ. അപ്പൊ ഞാനും കുടിക്കണില്ല, തൊട്ടിട്ടില്ല, വെള്ളമൊന്നും കുടിച്ചിട്ടില്ല. ഞാൻ നിങ്ങളൊപ്പം തന്നെ. നാളത്തെ വേദന, നാളെ ഭക്ഷണം കണ്ടു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പൊ ഭക്ഷണം തന്നെ നാളെ റെഡിയാണ്. അപ്പൊ എന്തായാലും നാളെ കുറച്ച് ആൾ ഏറെയും വരുമെന്ന് പ്രതീക്ഷിക്കുക അല്ലേ? ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഖൈറാക്കട്ടെ. അതൊക്കെ ചെയ്യുന്ന ഓരോരുത്തരുടെ സംഭാവനകളാണ്. അള്ളാഹു അതിനൊക്കെ അർഹമായ കൂലി പടച്ച തമ്പുരാൻ കൊടുക്കട്ടെ. അള്ളാഹു വാരി കൂലി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് അബൂ ലംലമിനെ പോലെ ആവാൻ എന്താ പ്രയാസം? അപ്പൊ അബൂ ലംലം എന്ത് ചെയ്യും? നമ്മുടെ മുൻഗാമികൾ കഴിഞ്ഞു പോയ ആളാണ്, തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളാണ്. അദ്ദേഹം ഒരു പാറപ്പുറത്ത് വന്നിട്ട് അങ്ങനെ വിളിച്ചു പറയും, അല്ലാഹുവേ, എല്ലാവരും പൈസ ഉള്ളവരൊക്കെ കൊടുത്തു റബ്ബേ, എന്റെ കയ്യിലൊന്നും കൊടുക്കാനില്ല. എന്റെ അഭിമാനമുണ്ട്, ഞാൻ അത് സ്വതക്ക ചെയ്യാണ് റബ്ബേ. എന്നെ ആരെല്ലാം ചീത്ത വിളിക്കുന്നുണ്ടോ, ആരൊക്കെ പരിഹസിക്കുന്നുണ്ടോ, അല്ലാഹുവേ, ഞാൻ അവർക്ക് എന്റെ അഭിമാനം ദാനമായി കൊടുത്തു റബ്ബേ. എനിക്ക് ഒന്നും കൊടുക്കാൻ എന്റെ കയ്യിലില്ല റബ്ബേ. എന്നെ അപമാനിച്ചവർക്ക് ഞാൻ പകരം അപമാനിക്കൂല റബ്ബേ. എന്നെ ചീത്ത വിളിച്ചവരോട് ഞാൻ പകരം ചോദിക്കില്ല റബ്ബേ. എന്നെ കളിയാക്കിയവരോട് ഞാൻ നാളെ പകരം ചോദിക്കൂല. എന്റെ അഭിമാനം ഞാൻ സ്വതക്ക ചെയ്തു എന്ന് പറഞ്ഞൊരു മഹാനെയാണ് നബി തങ്ങൾ പരിചയപ്പെടുത്തിയത്, അബൂ ലംലം റഹ്മത്തുള്ളാഹി അലൈഹി. തങ്ങൾ ചോദിക്കുക, നിങ്ങൾക്കൊക്കെ അങ്ങനെ ആവാൻ പറ്റൂലേ? എല്ലാറ്റിനും പകരം വീട്ടാൻ നടക്കുകയാണോ? അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ മൊത്തം നടക്കല്ലേ? ഒരു കാര്യം നടന്നാൽ പിന്നെ പകരം വീട്ടുക, എന്നാ കാണിച്ചു തരാന്ന് പറയാം. എന്നിട്ട് അടി പള്ളിന്റെ മുമ്പിലൊക്കെ ഒച്ചപ്പാടും ബഹളം എന്തൊക്കെയാ കണ്ടത്. സുബ്ഹാന ജല്ല ജലാലു. ഉന്തും തള്ളും അള്ളാഹിന്റെ മസ്ജിദിന്റെ മുമ്പിൽ. യാ അല്ലാഹ്, എന്തൊരു വിഷമമാണ്, എന്നാണ് റബ്ബേ ഇതൊക്കെ തീരാന്ന്. അള്ളാഹു ബോധം കൊടുക്കട്ടെ. ഇബ്ലീസ് തലയിൽ കയറി കളിക്കുകയാണ്, നമ്മൾ നിന്ന് കൊടുക്കരുതേ. ഒരാളും ഒരാളെയും ഉപദ്രവിക്കുകയോ അപമാനിക്കുകയോ പ്രഹരിക്കുകയോ ഒന്നും ചെയ്യാൻ അള്ളാഹു അനുവാദം തന്നിട്ടില്ല. പിന്നെന്തിനാ നമ്മൾ ചെയ്യുന്നത്? അബൂ ലംലം ആരായിരുന്നു നബിയെ? തങ്ങൾ പറഞ്ഞു, അബൂ ലംലം നേരം വെളുത്താൽ വന്ന് പറയും, അല്ലാഹുമ്മ, പടച്ചവനെ, ഇന്നി ഖദ് തസദ്ദഖ്തുൽ യൗമ ബിഇർളി, അല്ലാഹുവേ, ഞാൻ ഇന്ന് എന്റെ അഭിമാനം നിനക്ക് സ്വതക്ക നൽകിയിരിക്കുന്നു റബ്ബേ. എന്റെ അഭിമാനം ഞാൻ നിനക്ക് ദാനം നൽകി. അലാ മൻ ളലമനി, എന്നെ ആക്രമിച്ചവനെ, ഫമൻ ളറബനി ലാ അദ്രിബുഹു, എന്നെ അടിച്ചവനെ ഞാൻ തിരിച്ചടിക്കുകയില്ല റബ്ബേ. വമൻ ശതമനി ലാ അശ്തുമുഹു, എന്നെ ചീത്ത വിളിച്ച ആളെ ഞാൻ പകരം ചീത്ത വിളിക്കില്ല. വമൻ ളലമനി ലാ അദ്ലിമുഹു, എന്നെ ഉപദ്രവിച്ചവനെ ഞാൻ പകരം ഉപദ്രവിക്കുകയില്ല അല്ലാഹ് എന്ന് പറഞ്ഞ അബൂ ലംലമിനെ പോലെ ആവാൻ നിങ്ങൾക്ക് എന്താണ് പ്രയാസം? നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിക്കൂടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളെ പോലെ നിങ്ങൾക്ക് ആയിക്കൂടെ? അപ്പൊ അബൂ ലംലമിനെ പിൻപറ്റാൻ എന്ത് ചെയ്യാ? പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ, ചീത്ത വിളിക്കുന്നവര് ചീത്ത വിളിച്ചോട്ടെ, പരിഹസിക്കുന്നവര് അവർക്കൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാവും ഈ പരിഹസിക്കുമ്പോൾ. അപ്പൊ അവർ സന്തോഷിച്ചോട്ടെ, അവർ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അൽഹംദുലില്ലാഹ്. അങ്ങനെ ചിന്തിച്ചാൽ എന്തൊരു റാഹത്താണ്. നമ്മൾ എന്തിനായി ഓരോരുത്തർക്കും മറുപടി കൊടുക്കാനും, അവർക്ക് മറുപടിക്ക് മറുപടി, പിന്നെ അതിന് വേറെ മറുപടി, എന്തിനു മറുപടി പോയി പറയണത് പിന്നെ മനസ്സിലാവാത്ത കോലത്തിലായി പോകും. എന്തിനു പറയുന്നവർ പറയട്ടെ, നമ്മൾ നല്ല കാര്യം മാത്രം പറഞ്ഞു കൊടുക്കുക, നന്മ മാത്രം ദഅവത്ത് ചെയ്യുക. അല്ലാത്ത ഫിത്നയുടെയും ഷർറിന്റെയും അഹലുകാർ ലോകത്തുണ്ടാവും, അവരവരുടെ പണിയെടുക്കും. പക്ഷേ ഹിദായത്തിന്റെയും നന്മയുടെയും ആളുകൾ അവരുടെ ദഅവത്തിന്റെ പണിയെടുക്കണം. അവരെന്ത് ചെയ്യരുത്? മറുപടി പറഞ്ഞുകൊണ്ട് സമയം കളയരുത്. ദീൻ ഹക്കായിട്ട് പറഞ്ഞു കൊടുക്കുക, സത്യം സത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അബൂ ലംലമിനെ പോലെ നമുക്ക് ആവാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരോടും പകരം വിട്ടണ്ട, അള്ളാഹുവിനെ ഏൽപ്പിക്കാം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ആളുകൾ ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. മുത്തനബി തങ്ങൾ പറഞ്ഞു, ഇന്നി ലാ അദ്രി മാ ഖദ്റു മുഖാമി ഫീകും. സ്വഹാബികളെ, ഞാൻ എത്ര കാലമാണ് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. ഹനീഫ്, നിങ്ങൾക്ക് ട്രെയിനിന് പോണ്ടേ? നിങ്ങൾ പോയിക്കോളൂ, സമയം. ഇന്നി ലാ അദ്രി മാ ഖദ്റു മുഖാമി ഫീകും. ഞാൻ നിങ്ങളിൽ ഇനി എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല. തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങളോട് വിട പറയാൻ പോവുകയാണ്. യാ അല്ലാഹ്, എന്തായിരിക്കും അതിലെ? നമുക്ക് മഹാനായ മർഹൂം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ വഫാത്തായപ്പോഴേ, പടച്ചോനെ ഇനി ആരാ റബ്ബേ, നമ്മളൊരു വല്ലാത്തൊരു ശൂന്യത അനുഭവിച്ചിട്ടുണ്ട്. മഹാനായ ശംസുൽ ഉലമ വഫാത്തായ സമയത്ത് സൈനുൽ ഉലമ, മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ യാത്ര, റബ്ബേ ആരാ പടച്ചവനെ ഇനി ഞങ്ങൾക്ക്, ആരാണ് അള്ളാഹുവെ ഇനി ഞങ്ങൾക്ക് ഇനി പകരം നൽകുന്നത്? അള്ളാഹുവെ, ഈ ശൂന്യത എങ്ങനെ നീ പരിഹരിക്കും? അള്ളാഹിന്റെ റസൂലൊക്കെ വഫാത്താകുന്ന ആ വഫാത്ത് എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കി. എത്ര വിഷമുണ്ടായിട്ടുണ്ടാവും സ്വഹാബികൾക്ക്, എത്ര വിഷമുണ്ടാവും. ഇന്ന് എത്ര ആലിമീങ്ങളുണ്ട്, പക്ഷെ നമുക്ക് ഒരാളെ നഷ്ടപ്പെടുമ്പോഴേക്ക് എന്തൊരു വേദനയാണ്. മഹാനായ ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ദുആ സമ്മേളനത്തിൽ ഉസ്താദ് വന്നിട്ടുണ്ട് അല്ലേ? ഉസ്താദ് വന്ന് നമ്മുടെ ഈ മദ്രസയുടെ നമ്മുടെ ഇസ്ലാമിക് സെന്ററിന്റെ നമ്മുടെ ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാഡമിക്ക് 5000 രൂപ ഉസ്താദ് തന്നു എന്നാണ് എൻ്റെ അറിവ് അല്ലേ? അള്ളാഹു മഹാനോടെ ഖബറിനും സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. മഹാനായ ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ വല്ലാത്തൊരു മഹാന. ഏത് പരിപാടിക്ക് ചെന്നാലും സംഘാടകർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കലാണ്. അത് 5000, 10,000, 25,000 ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ പരിപാടി ഉഷാറാക്കി നടത്തിക്കോളി എന്ന് പറയും. അങ്ങനത്തെ ഒരു മഹാനാണ്. മരിച്ചുപോയി, വഫാത്തായി. അവരുടെ ദുആ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് കുട്ടികളുണ്ടായിരുന്നു, മക്കളില്ലാത്ത ഒരുപാട് ആളുകൾക്ക് അല്ലാഹു തആല അതിന് ഉത്തരം കൊടുത്തിരുന്നു. ആ മഹാനുഭാവൻ ഇന്ന് ഖബറിനുള്ളിലാണ്. അല്ലാഹുവേ, അവരുടെ ഖബറിടം സ്വർഗ്ഗത്തൊപ്പാക്കണേ റബ്ബേ. അവരുടെ വിയർപ്പും അധ്വാനവുമാണ് ദാറുത് തഖ്വ എന്ന് പറയുന്ന സ്ഥാപനം തൃശ്ശൂർ ജില്ലയിലെ പാലപ്പള്ളിയിൽ മഹാനവറുകളുടെ, അവർക്ക് അവരുടെ ദുആ കൊണ്ട് ഉത്തരമുണ്ടായി കുട്ടികളുണ്ടായ ആളുകൾ, കുറേ കൊല്ലങ്ങളായിട്ട് കുട്ടികളില്ലാത്തവർ, കുട്ടികൾ ഉണ്ടാവുമ്പോൾ ആ സ്ഥാപനത്തിലേക്ക് ദാറുത് തഖ്വയിലേക്ക് എന്തെങ്കിലും സ്വതക്ക കൊടുക്കും. അത് ഉസ്താദിനെ സന്തോഷപ്പെട്ട് കൊടുക്കണതാണ്. പക്ഷെ ഉസ്താദ് അത് നേരെ എന്ത് ചെയ്യും? സ്ഥാപനത്തിന് കൊടുക്കും. ഖബറൊക്കെ കുഴിച്ച് റെഡിയാക്കി വെച്ച് എല്ലാം ഒരുങ്ങിയിട്ടാണ് അവരെ യാത്രയായത്. അള്ളാഹു അവരെ നമ്മെ സ്വർഗ്ഗലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ, ആമീൻ. ആ ബഹുമാനപ്പെട്ട മുറൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, യാ അള്ളാഹ്, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഷാർജയിലെ നമ്മുടെ തുർമുദി മദ്രസ, നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾക്കൊക്കെ ഇപ്പം നാട്ടിൽ ഉസ്താദ് സെറ്റിലായതിന് ശേഷം മുറൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഈ നാട്ടുകാരനാണ്. ബഹുമാനപ്പെട്ടവർ വഫാത്തായി. ഇപ്പം എത്രയായി വഫാത്തായിട്ട്? 1 വർഷമായോ? 1 വർഷം ആവുന്നുള്ളൂ. 2 മഹാന്മാർ, അവരൊക്കെ നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചവരാണ്. അള്ളാഹു മഹാനോടെ ഖബറിടം സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. ഉസ്താദ് പലതവണ കാണുമ്പോഴും എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങോട്ട് വയലിന് നാട്ടിലേക്ക് വളപുരത്തേക്ക് ഒരു ദിവസം വയലിന് വരണമെന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഡേറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ വലിയ വിഷമത്തിലായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇതൊരു അത്ഭുതത്തിലുണ്ടായ വിഷയമാണ്. പറഞ്ഞതിൻ്റെ കഥ സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഇപ്പോഴാണ്, അള്ളാഹുവിൻ്റെ കണക്കാക്കിയ സമയം ഇപ്പോഴാണ് അങ്ങോട്ട് എത്തിയത്. പക്ഷേ മഹാനായ മുറൂർ ഉസ്താദൊക്കെ വലിയ സന്തോഷം പറയുമായിരുന്നു, നാട്ടിലേക്ക് വരണം, വളപുരത്തേക്ക് വരണം, അവിടെ നിന്ന് വേള പറയണം എന്നൊക്കെ. അള്ളാഹു മഹാന്റെ ഖബറിടം സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. ഷാർജയിൽ ഗൾഫിലുള്ള സമയത്ത് എപ്പോഴും നമ്മുടെ എല്ലാ ദീനീ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാനും, മദ്രസയുടെ അവിടുത്തെ ഷാർജയിലെ മദ്രസയുടെ ചില വിഷമങ്ങളൊക്കെ വന്നപ്പോൾ അതിനൊക്കെ നേരിട്ട് മുറൂറിലൊക്കെ പോയി ആ വിഷയം ഇടപെട്ട് സംസാരിക്കാനും ലൈസൻസ് വാങ്ങിത്തരാനും ഒക്കെ ഉസ്താദ് അവസാന സമയം വരേക്കും അതിന് സമയം കണ്ടിരുന്നു എന്നാണ് വലിയ അത്ഭുതം. അള്ളാഹു തആല മഹാന്റെ ഖബറിടം സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. ഇവിടെ മക്കൾ ആബിദ് യമാനി അവരൊക്കെ വിഷയം വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹു ഒരുപാട് മഹത്തുക്കളുള്ള ഒരു നാടാണിത്. നിബിധങ്ങൾ പറയാൻ, ഇന്നി ലാ അദ്രി മാ ഖദ്റു മുഖാമി ഫീകും, ഞാൻ എത്ര കാലമാണ് നിങ്ങളുടെ കൂടെ ജീവിച്ചിരിക്കുക എന്നെനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു. ഫഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി, എന്റെ ശേഷം വരാൻ പോകുന്ന 2 ആളുകളെ നിങ്ങൾ പിൻപറ്റണമേ. നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ ചൂണ്ടി പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു, എന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും എന്റെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയും എന്റെ കാലശേഷം നിങ്ങൾ പിൻപറ്റണമേ. വഹ്തദൂ ബിഹദി അമ്മാർ,
എന്റെ സ്വഹാബിയും എന്റെ ശിഷ്യനുമായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ചര്യ നിങ്ങൾ പിൻപറ്റണമേ. വമാ ഹദ്ദസകും ഇബ്നു മസ്ഊദ് ഫസദ്ദിഖൂഹു, എന്റെ സ്വഹാബിയും എന്റെ ശിഷ്യനുമായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താണോ നിങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തരുന്നത് ആ ഹദീസ് നിങ്ങൾ വിശ്വസിച്ചോളൂ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ, മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമയെ, മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ, മഹാനായ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹുമയെ ഇവരൊക്കെ നിബിധങ്ങൾ പിൻപറ്റാൻ പറഞ്ഞുകൊണ്ടാണ് ലോകത്തോട് വിട പറയുന്നത്. സജ്ജനങ്ങളെ പിൻപറ്റാനുള്ള ആഹ്വാനം. ഞാൻ പോവുകയാണ്, പക്ഷേ സിദ്ദീഖ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും റളിയല്ലാഹു അൻഹു. ഞാൻ പോവുകയാണ്, പക്ഷേ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ അവരെ പിൻപറ്റണമേ. അമ്മാർ ഇബ്നു യാസിർ ഇവിടെയുണ്ട്. അമ്മാർ ഇബ്നു യാസിർ എന്നവരെ പിൻപറ്റണമേ. യാ അല്ലാഹ്, അവരൊക്കെ ഒരുപാട് ദീനിന് ഖിദ്മത്ത് ചെയ്തവരാ. അവരൊക്കെ യുദ്ധക്കളത്തിൽ അബ്ലൗ ബലാഅൻ ഹസന, ജീവൻ അല്ലാഹുവിനെ സമർപ്പിച്ച മഹാന്മാരാണ്, ജീവത്യാഗം ചെയ്തവരാണ്. വമാ ഹദ്ദസകും ഇബ്നു മസ്ഊദ് ഫസദ്ദിഖൂഹു, എന്റെ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താണോ പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണമേ. വളരെ മെലിഞ്ഞ സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മെലിഞ്ഞിട്ട് ഹൈറ്റും കുറവാണ്. ഒരു സ്വഹാബിമാരൊക്കെ ഇരുന്നാൽ ഇബ്നു മസ്ഊദ് എന്നവർ നിൽക്കുകയാണെങ്കിൽ സ്വഹാബിമാർ ഇരിക്കുന്ന ഹൈറ്റിലാണ് ആരുണ്ടാവുക? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അത്രയും മെലിഞ്ഞ ആളാണ്, ഹൈറ്റും കുറവാണ്, മെലിഞ്ഞിട്ടുമാണ്. അന്ന് നിബിതങ്ങൾക്ക് വേണ്ടി ഒരറാഖിന്റെ കഷ്ണം പറിക്കാൻ നിബിതങ്ങൾ പറഞ്ഞയച്ചപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളവരെ ഇബ്നു ഉമ്മി അബ്ദ് എന്ന് പറയാറുണ്ട്. ഇബ്നു ഉമ്മി അബ്ദ് ഇബ്നു മസ്ഊദ് തങ്ങളുടെ മറ്റൊരു പേരാണ്. മഹാനവറുകൾ ആ ഒരു മരച്ചില്ലയിൽ കയറിയിട്ട് നിബിതങ്ങൾക്ക് അറാഖിന്റെ കൊമ്പ് പൊട്ടിക്കുമ്പോൾ ഒരു കാറ്റടിച്ച് വീശിയപ്പോൾ ആ കാറ്റിനോടൊപ്പം ആടുകയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ. അത്രയും വെയിറ്റ് കുറഞ്ഞ ആളാണ്, കാല് ചെറിയ കാലാണ്. അങ്ങനെ സ്വഹാബിമാരിൽ ചിലരൊക്കെ ചിരിച്ചു. കാലിന്റെ അതഅജബൂന മിൻ ഖിഫത്തി സാഖൈഹി, നബി തങ്ങൾ പറഞ്ഞു ഇബ്നു മസ്ഊദിന്റെ കാലിന്റെ വണ്ണക്കുറവ് കണ്ടിട്ട് നിങ്ങൾ ചിരിക്കുകയാണോ? ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ജബലി ഉഹുദിൻ, ഉഹുദ് മലയേക്കാളും ഭാരമുണ്ട് മഹാനവറുടെ കാലിന്. നാളെ മശ്റയിൽ മീസാനിൽ അത് തൂക്കുകയാണെങ്കിൽ ഉഹുദ് മലയേക്കാളും ആ കാലുകൾക്ക് ഭാരമുണ്ട്. നിങ്ങൾ ചിരിക്കരുതേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ, സ്വഹാബികളിലെ ആലിമാണ്, ഖുർആൻ പണ്ഡിതനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് എന്നവരെ സഅൽനാ ഹുദൈഫ, താബിഈകളെ സ്വഹാബിമാരോട് ചോദിക്കുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് എന്നവരെ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ സ്വഹാബിയോട് ചോദിച്ചു. അൻ റജുലിൻ ഖരീബിസ് സംതി വൽ ഹദീ മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ നഅഖുദ അൻഹു. ഹുദൈഫ, സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ നബിയെ പോലെ സ്വഭാവ ഗുണങ്ങളുള്ള ആരെങ്കിലും ഉണ്ടോ? ഹബീബിനെ പോലെ ഗുണഗണങ്ങളുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. എന്നാൽ നിബിതങ്ങളോട് ഏകദേശം തങ്ങളെപ്പോലെ സൽസ്വഭാവിയായി എല്ലാ സദ്ഗുണങ്ങളും കൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ സ്വഹാബിയായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങളോട് ചോദിച്ചപ്പോ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അഅലമു അഹദൻ ഖറബ സംതാ വഹദിയൻ വദല്ലൻ മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിബ്നി ഉമ്മി അബ്ദിൻ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹബീബിന്റെ സ്വഭാവവും ഹബീബിന്റെ പെരുമാറ്റവും ഹബീബിന്റെ ജീവിത രീതിയും അതുപോലെ പകർത്തിയ ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അവരല്ലാതെ മറ്റൊരാളെ എനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു സ്വഹാബിമാരെ വിലയിരുത്തുകയാണ്. സാലിബ് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ, സാലിബ് ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ കാന അശ്ബഹ ബിമൻ മദാ മിനസ് സ്വാലിഹീൻ, സജ്ജനങ്ങളിൽ കഴിഞ്ഞുപോയവരിൽ, സജ്ജനങ്ങളിൽ സുഹദ്, ഈ ലോകത്തോടുള്ള പരിത്യാഗം, ജീവിതത്തിലെ വളരെ മൂല്യവത്തായ എല്ലാറ്റിലും മാതൃകയായി ജീവിച്ച താബിഈയാണ് സാലിബ് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു. 2 ദിർഹമിന്റെ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന ഭരണാധികാരി മഹാനെ കണ്ടപ്പോഴേ റആഹു ഹസന സഹന, കണ്ടപ്പോഴേ നല്ല ശരീരം മിനുമിനുത്താള് എന്ന് പറഞ്ഞ കാര്യമായ
അധ്വാനമുള്ള ജോലി ചെയ്യാതെ സുഖലോലുപനായി ജീവിക്കുന്ന ഒരാളുടെ ശരീരത്തിന്റെ മെയ്വഴക്കം കണ്ടപ്പോഴേ രാജാവായ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിന് തന്നെ വലിയ അത്ഭുതം. അയാൾ ചോദിച്ചു, എന്താ തിന്നാറുള്ളത് എന്ന് ചോദിച്ചു. എന്താ നിങ്ങളുടെ ഭക്ഷണം, എന്താ നിങ്ങളുടെ സ്കിന്നൊക്കെ വളരെ വളരെ സോഫ്റ്റ് ആണല്ലോ, എന്താ നിങ്ങൾ തിന്നുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, അൽ ഖുബ്സ് വസ്സൈത്, ഞാൻ റൊട്ടിയും എണ്ണയുമാണ് തിന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഒലീവ് എണ്ണയിൽ കറി വെക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഒലീവ് എണ്ണയിൽ മുക്കിയിട്ട് ഉണക്ക റൊട്ടി തിന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ ഫക്കീറന്മാർ തിന്നുന്ന ഭക്ഷണമാണ്. പടച്ചോനെ, എന്നിട്ട് നിങ്ങൾക്ക് ഇത്ര സൗന്ദര്യമോ എന്ന് ചോദിച്ചു എന്നാ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്. ആരായത്? സാലിം ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. അപ്പൊ ചോദിച്ചു, എനിക്ക് മാംസം കിട്ടിയാൽ ഞാൻ കഴിക്കും, പക്ഷെ കിട്ടാറില്ല, ഞാൻ ഈ റൊട്ടിയും എണ്ണയുമാ കഴിക്കുക. അപ്പൊ മാംസം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു രാജാവ്. അപ്പൊ പറഞ്ഞു, ഇല്ല, എനിക്ക് ഒരു ഭക്ഷണത്തോട് ആഗ്രഹമില്ലെങ്കിൽ ഞാൻ ആ ഭക്ഷണം കുറേ കാലം കഴിക്കൂല, അങ്ങനെ അതിനോട് ആഗ്രഹം വന്നാൽ അപ്പോഴേ ഞാൻ കഴിക്കൂ എന്ന് പറഞ്ഞു മഹാനായ സാലിം ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ. പക്ഷെ അത്രയും ജീവിതത്തിൽ ലാളിത്യം കൊണ്ട് നടന്നിരുന്ന മഹാനായിരുന്നു മഹാനായ സാലിം ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു. റബീഅ ഇബ്നു ഹുസൈം റഹ്മത്തുള്ളാഹി അലൈഹി, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് നേരത്തെ പറഞ്ഞ സ്വഹാബി, മെലിഞ്ഞ സ്വഹാബി, അവരുടെ ശിഷ്യനാണ് റബീഅ ഇബ്നു ഹുസൈം റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ മജ്ലിസിലേക്ക് ഒരു പെർമിഷനും ഇല്ലാതെ കടന്നു വരാൻ അവകാശമുണ്ടായിരുന്ന, അർഹതയുണ്ടായിരുന്ന ശിഷ്യൻ റബീഅ ഇബ്നു ഹുസൈം റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവരെ റബീഅ ഇബ്നു ഹുസൈം എന്നവരോട് പറഞ്ഞ വാക്ക് വളരെ പ്രസിദ്ധമാണ്. യാ അബാ യസീദ് റബീഅ ലൗ റആക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ല അഹബ്ബക. റബീഅ, നിങ്ങളെ നബി തങ്ങളെങ്ങാനും കാണുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ ഇഷ്ടപ്പെടും കേട്ടോ റബീഅ. റബീഅ എന്നവർ സ്വഹാബിയല്ല, തങ്ങളെ കണ്ടിട്ടില്ല, തങ്ങൾക്ക് ശേഷം വന്ന ആളാണ്, താബിഈയാണ്. പക്ഷേ ജീവിതത്തിലെ വിശുദ്ധിയും താഴ്മയും വിനയവും കണ്ടപ്പോൾ മഹാനായ സ്വഹാബി മുസ്താദുമായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമാ റഅയ്തുക ഇല്ലാ ദകർതുൽ മുഖ്ബിതീൻ. റബീഅ ഇബ്നു ഹുസൈമേ, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ മുഖ്ബിതീൻ, വിനയം കാണിക്കുന്നവർ എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗം മുഅ്മിനീങ്ങളെ ഓർമ്മ വരികയാണ്. നിങ്ങളെ എങ്ങാനും ഹബീബ് കാണുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെ ആവണമെന്നാണ്. നമ്മളെ നിബിധങ്ങൾ കണ്ടാൽ തങ്ങൾക്ക് നമ്മളെ ഇഷ്ടമാകുമോ? നമ്മുടെ ഹെയർ സ്റ്റൈലും നമ്മുടെ ചേലും കോലവും നമ്മുടെ ജീവിതവും നമ്മുടെ നിസ്കാരവും നമ്മുടെ ഇബാദത്തൊക്കെ നിബിധങ്ങൾ കാണുകയാണെങ്കിൽ തങ്ങൾക്ക് നമ്മളെ ഇഷ്ടമാകുമോ? ആകുമോ? എങ്കിൽ നമുക്ക് സമാധാനിക്കാം. ഇല്ലേ, അടിയന്തരമായി മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നന്മയിലേക്ക് മാറ്റം വരുത്താൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വഴി അതാണ്. നമ്മൾ നിസ്കരിക്കുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ കസേരയിട്ട് നമ്മൾ മുമ്പിൽ ഇരിക്കുകയാണ് സങ്കല്പിക്കുക. തങ്ങൾ നമ്മൾ കണ്ടില്ലല്ലോ, തങ്ങൾ ഇവിടെ മുമ്പിൽ ഇരിക്കാൻ, നമ്മൾ നിസ്കരിക്കുകയാണ്. അപ്പൊ നമ്മൾ ധൃതി പിടിച്ച് നിസ്കരിക്കോ? ചൊറിഞ്ഞും മാന്തി മൊബൈൽ ഓണാക്കി നിസ്കരിക്കോ? ഇല്ല. ഹബീബ് നമ്മളെ കാണുകയാണെങ്കിൽ പിന്നെ അള്ളാഹുവിനെ ഓർത്തു നോക്കൂ, നമ്മൾ എത്ര ഭയപ്പെടണം. ലൗ റആക റസൂലുള്ളാഹി ലഅഹബ്ബക. റബീഅ ഇബ്നു ഹുസൈമേ, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് മുഖ്ബിതീങ്ങളെ ഓർമ്മ വരികയാണ്. വബശ്ശിരിൽ മുഖ്ബിതീൻ അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون وبشر المخبتين. നബിയേ, പ്രശസ്തി ആഗ്രഹിക്കാതെ വിനയത്തോടുകൂടെ താഴ്മയോടുകൂടെ ജീവിക്കുന്ന ആളുകളെ, അവർക്ക് സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ. ആരാണവർ? അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ പറ്റി പറയപ്പെടുമ്പോൾ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം പേടിക്കും. അല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ കണ്ണുകൾ നനയും. അല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ എൻ്റെ റബ്ബിനെ എനിക്കൊന്ന് കാണാൻ കിട്ടുമോ എന്ന് കൊതിച്ചു പോകും. അല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ മരണമെന്ന റബ്ബിലേക്കുള്ള യാത്ര അതൊരനുഗ്രഹമാണ് തിരിച്ചറിയും. തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഹബീബ് പറയാൻ, തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത്, മുഅ്മിനായ മനുഷ്യന് അല്ലാഹു നൽകുന്ന സമ്മാനമാണ് മരണം. എന്തേ? മുഅ്മിൻ അല്ലാഹുവിനെ കാണാൻ പോവാണ്. അല്ലാഹുവിനെ കാണണമെങ്കിൽ മരണം സംഭവിക്കണം. അതുകൊണ്ട് മരണം മുഅ്മിനായ മനുഷ്യന് സമ്മാനമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി വരുന്നുണ്ടല്ലേ? എന്നാലും സമ്മാനം എന്നൊക്കെ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റണില്ലല്ലോ. പടച്ചോനെ, ഈ ദുന്യാവ് കെട്ടിട്ട് എങ്ങനെയാ പോവാ? പോവണ്ടേ?
പോകേണ്ടി വരുമല്ലോ. നമ്മൾ ഉദ്ദേശിച്ചില്ലെങ്കിലും പോകൂലേ? പോകും. അള്ളാഹു നമുക്ക് നല്ല നിലക്ക് യാത്രയാവാൻ തൗഫീഖ് നൽകട്ടെ. ഏതായാലും പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് വിസൻ്റെ മാതിരിയല്ല, ഇത് വരുന്ന ഉറപ്പാണ്. മറ്റേത് പലത് അറബി അങ്ങോട്ട് പോയതാണ്, അറബി ഇങ്ങോട്ട് ഒപ്പിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു ഒഴിവായി. പക്ഷേ ഇത് വരുന്നുള്ള കാര്യം ഉറപ്പാണ്. യാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മുഖ്ബിതീൻ റബീ ഇബ്നു ഹുസൈം എന്നവരെ കാണുമ്പോൾ വിനയമുള്ളവരെന്ന് പറഞ്ഞാൽ എന്താ? ഉമർ റളിയല്ലാഹു തആല ഓരോ കുട്ടികൾ തലങ്ങ താഴ്ത്തി പോണത് കണ്ടപ്പോൾ അടിച്ചു എന്നാണ്. തല നേരത്തെ വെക്കിടും, തല നേരെ വെക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ താഴ്മ കാണിച്ചു പോകാൻ. താഴ്മ അതല്ല, താഴ്മ കൽബിനുള്ളിൽ സത്യം ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കുകയും മുഅ്മിനീങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്ത് ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിക്കാണ് വിനയമുള്ളത്. അങ്ങനെ തല താഴ്ത്തിയിട്ട് മാത്രമായില്ല എന്ന് മഹാനായ ഫാറൂഖ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഇങ്ങനെ തലയും ചെരിച്ചു പിടിച്ച് ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ അവർ എന്തേ ഈ നടത്തുന്നത് ചോദിച്ചു എന്നാ ആയിഷ ബിബി ആളുകളോട്. അപ്പോൾ പറഞ്ഞു, അവര് വിനയം കാണിക്കാരാ. പടച്ചോനെ, ഉമർ എന്നവരെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവർക്കൊക്കെ നല്ല അടികിട്ടിയേനെ എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ. എന്ന് പറഞ്ഞാൽ ആ ഒരു കാട്ടിക്കൂട്ടലല്ല. താഴ്മയെന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ വരേണ്ട സംഗതിയാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ മുഅ്മിനീങ്ങളോട് സ്നേഹവും മഹത്തുക്കളോട്, മഹാന്മാരോട്, മുതിർന്നവരോട് ബഹുമാനവും കൊച്ചുമക്കളോട് കരുണയും തോന്നുന്ന ഒരു വിശ്വാസിയുടെ സ്വഭാവമാണ് താഴ്മ എന്ന് പറയുന്നത്. അതിനാണ് മുഖ്ബിതീൻ. അതിന്റെ കൂടെ അല്ലാഹുവിനെ പറ്റി പറയപ്പെടുമ്പോൾ ഹൃദയം പേടിക്കുന്നവർ, സംഭവിച്ചു പോകുന്ന, അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങൾ അവരെല്ലാം ക്ഷമിച്ചു തീർക്കുന്നവരാണ്. നിസ്കാരം നിലനിർത്തുന്നവരാണ്. അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവരുമാണ്. അള്ളാഹിന്റെ വഴിക്ക് സംഭാവന ചെയ്യുക. 100 രൂപയാണ് ഒരു ദിവസത്തെ വരുമാനം. അതിൽ 1 രൂപയെങ്കിലും നമ്മൾ സ്വതക്ക കൊടുക്കണം എന്നാണ്. 100 രൂപയെ വരുമാനമുള്ളൂ, എനിക്ക് 100 ഉള്ളൂ എന്നല്ല പറയേണ്ടത്. ആ കണക്കനുസരിച്ച് അള്ളാഹ്ക്ക് സ്വതക്ക കൊടുക്കണം. ഒന്നും കൊടുക്കാതിരിക്കരുത്. സ്വതക്ക ജീവിതത്തിന്റെ ഭാഗമാക്കണം. അതാർക്ക് എന്നില്ല, മുഅ്മിനീങ്ങൾക്കെങ്കിൽ ഒരുപാട് കൂലിയാണ്. വിശപ്പനുഭവിക്കുന്ന ആർക്ക് കൊടുത്താലും കൂലി കിട്ടും. പക്ഷെ അത് അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം കൊടുക്കുക. ആരുടെയും കയ്യടിയോ ഒരു ലൈക്കോ കിട്ടാൻ വേണ്ടി ചെയ്യണ്ട. തംസപ്പൊന്നും നോക്കണ്ട. എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ ലൈക്ക് കിട്ടാൻ വേണ്ടി ചെയ്യുക. പടച്ച തമ്പുരാൻ ലൈക്ക് ചെയ്യണം, അള്ളാഹു അത് ഇഷ്ടപ്പെടണം, അതായിരിക്കണം ലക്ഷ്യം. അതുകൊണ്ട് ജീവിതത്തിൽ ദാനം ചെയ്യൽ ശീലമാക്കണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദാവുന്ന നേരത്ത് മഹാനവറുടെ വയറിന് കുത്തേറ്റ് കിടക്കുകയാണ്. മഹാനെ കട്ടിലിൽ കിടത്തി കഫൻ ചെയ്യാൻ, കുളിപ്പിക്കാൻ, എടുക്കാനിരിക്കുന്നു. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം സ്വഹാബികളെ ഹബീബിന്റെ വഫാത്തിന് ശേഷം അത്രമേൽ വേദനിപ്പിച്ച മറ്റൊരു മരണമുണ്ടായില്ല. സ്വഹാബികൾ നിന്ന് കരയുകയാണ്. ആരാണാവോ ഇനി അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ലോകരാജാക്കന്മാരെ പേര് കേട്ടാൽ വിറച്ചു പോകുന്ന ഉമർ റളിയല്ലാഹു അൻഹു ആ മഹാന് ലോകത്തോട് യാത്രയാവുകയാണ്. സുബഹി നിസ്കരിക്കുന്ന നേരത്തെ വയറിന് വന്നൊരു ശത്രു വന്ന് കുത്തുകയാണ് ഉണ്ടായത്. മഹാൻ വഫാത്തായിരിക്കുന്നു. وقد كفنه الناس يدعون ويصلون قبل ان يرفع. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുന്നതിന് മുമ്പ് മഹാന് വേണ്ടി ആളുകൾ ദുആ ഇരക്കുന്നു, ആളുകൾ നിസ്കരിക്കുന്നു. അവിടെ വീട്ടിൽ നിസ്കരിക്കാം, പെണ്ണുങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കാം, മയ്യത്തിന് പള്ളിയിലേക്ക് എടുത്തു കൊണ്ടുവരുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ വിരോധമല്ല. അവിടെ വെച്ച് ദുആ നടക്കണം. യദുഊൻ, വീട്ടിൽ വെച്ച് ദുആ ഇരക്കുകയാണ്. മയ്യത്തടെ കിടക്കുമ്പോൾ പത്രം വായിച്ചിരിക്കേണ്ട. എന്ത് ചെയ്യാ? മയ്യത്തിന് വേണ്ടി ദുആ ഇരക്കുക. അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതാം, യാസീൻ ഓതാം, ഖുർആൻ ഓതാം. ഇതൊക്കെ പ്രതിഫലമാണ്. ചൊല്ലുന്ന ആൾക്കും കിട്ടും, ആർക്ക് വേണ്ടി, ഏത് മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്തോ അവർക്കും കിട്ടും അതിന്റെ കൂലി. യദുഊന വയുസല്ലൂന ഖബ്ല അൻ യുർഫഅ. മഹാനായ ഫാറൂഖ് എന്നവരെ മറവ് ചെയ്യാൻ റൗളയിലേക്ക്, ഹബീബിന്റെ പരിശുദ്ധമായ ആ ഒരു ഹുജറത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് എല്ലാവരും നിസ്കാരത്തിലും പ്രാർത്ഥനയിലുമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബികളിലെ ഖുർആൻ പണ്ഡിതൻ ആൻ പറയുന്നു, അന ഫീഹിം, ഞാൻ അവിടെയുണ്ട്. ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ഫലം യറുഅനി ഇല്ലാ റജുലുൻ അഖദ ബിമൻകിബി. ഞാൻ അങ്ങനെ നിൽക്കുമ്പോ, തരിച്ചിങ്ങനെ നിൽക്കുമ്പോ ഒരാൾ എന്റെ തോളിൽ വന്ന് പിടിച്ചു. എല്ലാവരുടെ ദ്വാരക്കാൻ, എല്ലാവരും കണ്ണ് നനഞ്ഞിരിക്കുകയാണ്. അവിടെ നിശബ്ദമാണ്.
അന്നേരം എന്റെ തോളിൽ വന്ന ഒരാളെ പിടിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഫഇദാ ഹുവ അലിയുൻ റളിയല്ലാഹു അൻഹു, അത് മഹാനായ അലി കറമല്ലാഹു വജഹ, ഹബീബിന്റെ പുതിയാപ്പിളയാണ്, ഫാത്തിമ ബീവിയുടെ ഭർത്താവാണ്, ഹബീബിന്റെ സ്വഹാബിയാണ് അലി റളിയല്ലാഹു അൻഹു. ഫതറഹമ അലാ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്തു. എന്നിട്ട് മഹാനായ അലിയാര് പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, മാ ഖല്ലഫ്ത അഹദൻ അഹബ്ബ ഇലയ്യ അൻ അൽഖല്ലാഹ ബിമിസ്ലി അമലിഹി മിൻക. ഉമറേ നിങ്ങൾ വഫാത്താകുന്ന ഈ നേരത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്റെ കർമ്മങ്ങൾ എത്ര വേണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഉമറേ നിങ്ങളെപ്പോലെ അമലുണ്ടാവണം എന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. നിങ്ങളെപ്പോലെ അമല് വേണമെന്ന് ഞാൻ കൊതിച്ചു പോകുന്നു. ഉമറേ, നിങ്ങൾ എത്ര കാലം എത്ര നന്മകൾ ചെയ്തു വന്ന മഹാനാണ്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇൻ കുൻതു അദുന്നു അൻ യജഅലക അല്ലാഹു മഅ സാഹിബൈക്, ഞാൻ ഓർത്തു പോവുകയായിരുന്നു ഉമറേ. ഇതൊക്കെ മരിച്ചിടക്കണം ഉമർ എന്നവരോട് പറയാം. ഉമറേ, അമീറുൽ മുഅ്മിനീനായ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായിരിക്കുന്നു, ഇനി അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കില്ല. ഉമർ തങ്ങൾ ആ കുത്തേറ്റപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനീങ്ങളെ, ഇനി നിങ്ങളാരും എന്നെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കരുത്. ഞാൻ ഇനി നിങ്ങളുടെ നേതാവല്ല. എനിക്ക് നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരാൻ പറ്റുന്നത്? എനിക്കിനി ഒന്നും നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്തു തരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്നെ അമീർ എന്ന് വിളിക്കണ്ട. ഞാൻ നിങ്ങളുടെ നേതാവാണെങ്കിൽ നിങ്ങൾക്ക് സേവനം ചെയ്യണ്ടേ. ഞാൻ എൻ്റെ വയറിങ്ങനെ കീറിപ്പറഞ്ഞു കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ അമീർ എന്ന് വിളിക്കല്ലേ. ഞാൻ അല്ലാഹുവിലേക്ക് യാത്രയാവുകയാണ്. ആ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിൽക്കുമ്പോൾ എല്ലാവരും കേൾക്കെ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമറേ, ആരുടെയെങ്കിലും കർമ്മങ്ങളെപ്പോലെ കർമ്മം വേണമെന്ന് ഞാൻ കൊതിച്ചിരുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കർമ്മങ്ങളാണ്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇൻ കുൻതു അദുന്നു, എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, അൻ യജഅലക അല്ലാഹു മഅ സാഹിബൈക്. ഉമറേ, നിങ്ങളുടെ രണ്ട് കൂട്ടുകാരുണ്ടല്ലോ, ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് മഹാന്മാരുടെ കൂടെയായിരിക്കും നിങ്ങൾ പോയി കിടക്കുന്നത് എന്ന് എൻ്റെ മനസ്സ് പറയുമായിരുന്നു. കാരണം എന്തേ? ഇന്നി കുൻതു കസീറൻ അസ്മഉൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് എപ്പോഴും നിങ്ങളുടെ പേര് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. തങ്ങൾ പറയാറുണ്ട്, ദഹബതു അന വ അബൂബക്കറിൻ വ ഉമറു, ഞാനും അബൂബക്കറും ഉമറും പോയി, ഞാനും അബൂബക്കറും ഉമറും വന്നു, ഞാനും അബൂബക്കറും ഉമറും നടന്നു പോകുമ്പോൾ അങ്ങനെ എപ്പോഴെല്ലാം ഹബീബിനെ ഞാൻ ശ്രദ്ധിച്ചുവോ അതിലൊരുപാട് തവണ ഞാനും അബൂബക്കറും എന്ന് ഹബീബ് പേരെടുത്ത് പറയുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അന്നേ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്, ജീവിതത്തിൽ അങ്ങനെ ഒപ്പം നടന്ന ആളുകളെ അല്ലാഹു മരണത്തിലും ഒരുമിപ്പിക്കും എന്ന് എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. ഉമറേ, അതുപോലെ തന്നെ അല്ലാഹു നിങ്ങളെ ആക്കുകയും ചെയ്തുവല്ലോ. നിങ്ങൾ ഹബീബിന്റെ റൗളയിലേക്കല്ലേ പോയി കിടക്കാൻ പോകുന്നത്? അലി റളിയല്ലാഹു അൻഹു പറയാ, ഒരു